ഹായ് ഗൈസ്, എല്ലാവർക്കും മിക്സ് ആൻഡ് ടൈൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബേഡ്സ് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എന്നാണ് താല്പര്യം. അപ്പോൾ ഒരു ഫ്രണ്ട്ലി അല്ലാത്ത ബേഡിനെ നമ്മൾ വാങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു സെമി ടേംഡ് ആയിട്ടുള്ള ഒരു ബേഡ്സാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അവരെങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇണക്കമുള്ള രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ സബ്ജക്റ്റ്. നമ്മളൊരു ബേഡിനെ ചെറുതായിട്ട് ഒരു ചിക്കായിട്ട് ഉള്ള സമയത്ത് എടുത്ത് ഹാൻഡ് ടൈം ചെയ്യുമ്പോൾ ഈ ഇണക്കമില്ലാതെ വരുന്ന ഒരു പ്രശ്നം വലിയ കാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മളൊരു ഷോപ്പിൽ നിന്ന് അറിയത്തില്ലാത്തൊരു ബേഡിനെ മേടിക്കുമോ, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തുനിന്നോ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡിനെ മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കാൻ മേടിച്ച ബേഡ് അവർ കൊത്തുന്നു, നമ്മളോട് ഇണക്കമില്ല, നമ്മളെ കാണുമ്പോൾ കേജിൻ്റെ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുന്നു, നമ്മളെ കാണുമ്പോൾ അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബേഡ് അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇതൊക്കെ നമുക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബേഡിനെ എങ്ങനെ നമുക്ക് ഇണക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 6 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ട് ബേഡിന് തങ്ങാൻ പറ്റിയ ഒരു കേജും, അതൊരു വളരെ ഒരു ശാന്തമായ സ്ഥലത്ത് ആ കേജ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ വളരെ ഒച്ചത്തിൽ ടി വി വെക്കുന്നതിന് മുൻപിൽ, അതല്ലെങ്കിൽ ഒരു നമ്മൾ കുട്ടികൾ കളിക്കുന്ന റൂമിൽ, അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയയിൽ വെക്കാതെ ഒരു ശാന്തമായി അവർക്കൊരു കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലത്ത് കേജ് ആദ്യം പ്ലേസ് ചെയ്യുക. അതിനകത്ത് അത്യാവശ്യം ടോയ്സ് വെച്ച് കൊടുക്കുക. ഒപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 വെറൈറ്റി ഫുഡുകളും വെച്ച് കൊടുക്കുക. അപ്പോൾ ബേഡ് ആ റൂം നമ്മുടെ പുതിയതായിട്ട് വന്ന സാഹചര്യമൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ അവനെ തീരെ ശല്യപ്പെടുത്താതെ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് നിർത്തുക. ഒരു 2-3 ദിവസം ബേഡ്സിന് ഇങ്ങനെ സ്വസ്ഥമായി ഒന്ന് സെറ്റിലാകാനുള്ള സമയം കൊടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേഡ് ഒരുവിധം ഫുഡൊക്കെ നല്ലപോലെ കഴിക്കാൻ തുടങ്ങുന്നു, ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഹെൽത്തൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുന്നു, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ബേഡ് മുന്നോട്ട് പോകുന്നുണ്ട്, ഫുഡൊക്കെ മടി കൂടാതെ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പതുക്കെ ഈ ഫുഡ് ഫുൾ ടൈം കേജിനകത്ത് ഫുഡ് അവൈലബിലിറ്റി അതൊന്ന് കട്ട് ചെയ്യുക. അതായത് എല്ലാ സമയവും ബേഡ് ഫുഡ് കഴിച്ച് നമ്മളെ കാണുമ്പോൾ ബേഡ് മാറിപ്പോകാനുള്ളൊരു സാഹചര്യം ഒഴിവാക്കിയിട്ട് ഒരാൾ മെയിനായിട്ട് ബേഡിനെ നോക്കാൻ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനോട് കൂടുതൽ താല്പര്യം ഒരാൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ, ആളുടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്തായിരിക്കുമല്ലോ ഇതിനെ മേടിച്ചേക്കുന്നത്. ആ ആൾ തന്നെ ബേഡിന് ഫുഡ് കൊടുക്കുക. ബേഡിന് ഫുഡ് കൊടുത്ത് അത് കഴിച്ച് കഴിയുമ്പോൾ ആ ട്രേ എടുത്ത് മാറ്റുക. അതായത് ഫുൾ ടൈം നമ്മൾ കേജിനകത്ത് ഫുഡ് വെച്ച് കൊടുക്കും, പിന്നീട് നമ്മൾ തന്നെ ഫുഡ് കൊടുക്കുക. അപ്പോൾ ബേഡിന് വ്യക്തമായിട്ടൊരു ബോധം ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ചിന്ത വരണം, ഈ ഒരാളാണ് ഒരു ഫുഡ് പ്രൊവൈഡർ, ആളെനിക്ക് ഫുഡ് തരുന്ന ഒരാളാണെന്ന് നമ്മളിങ്ങനെ 2-3 ദിവസം ചെയ്യുമ്പോൾ ബേഡിന് മനസ്സിലാകും. അതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബേഡ്സിൻ്റെ കേജിൻ്റെ അടുത്തിരിക്കാം. അപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, ബേഡ്സിനെ ഒബ്സർവ് ചെയ്യാം, ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാം. വളരെ ജെൻറ്റിലായിട്ട് ബേഡിനോട് നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും നമുക്കൊരു പെറ്റ് നെയിം ഉണ്ടാവുമല്ലോ, അത് വിളിക്കാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഉറപ്പ് വരുത്തുക, മാക്സിമം ഒരു ഐ ടു ഐ കോൺടാക്ട്സ് ഒഴിവാക്കുക. ബേഡിൻ്റെ കണ്ണിലോട്ടൊരു തുറിച്ച് നോക്കുന്നതിലൊരു ഫീലിംഗ് അത് അവർക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് ഒഴിവാക്കുക. ഒരു ടേംഡ് ആയിട്ടുള്ള ബേഡ്സിന് കുഴപ്പമില്ല, പക്ഷേ ഒരു സ്കെയറി ബേഡിന് നമ്മൾ കണ്ണിലേക്ക് നോക്കുന്ന ഒരു പേടി ഉണ്ടാക്കും. അപ്പോൾ ഒരു മാക്സിമം ഐ ടു ഐ കോൺടാക്റ്റ് ഒഴിവാക്കി നമുക്ക് ബേഡ്സിനെ വളരെ മയമായിട്ട് ഒരു സോഫ്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാം. ബേഡ്സ് ഫുഡ് കഴിക്കുന്ന നോക്കാം, ആക്ടിവിറ്റി നോക്കാം. നമുക്ക് അങ്ങനെ ബേഡ്സിൻ്റെ കേജിൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേഡ്സ് നമ്മളുമായിട്ട് ഫെമിലിയർ ആകും, നമ്മുടെ സൗണ്ട് ഫെമിലിയർ ആകും, നമ്മുടെ പ്രസൻസ് അവർക്കൊരു പേടിയില്ലാതെ ആകും. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്, ബേഡ്സിന് നമുക്ക് എന്തെങ്കിലും ഫുഡ് നമ്മുടെ കൈകൊണ്ട് കൊടുക്കാം. ഒരു ചെറിയ ആപ്പിളിൻ്റെ കഷ്ണമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ് സീഡ്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റോ നമ്മുടെ കൈകൊണ്ട് തന്നെ ഫുഡ് ഓഫർ ചെയ്യുക. അപ്പോൾ ബേഡ്സ് അത് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചിക്കു, ഗുഡ് ബോയ്, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബേഡ്സ് ട്രീറ്റ് അക്സെപ്റ്റ് ചെയ്യുമോ, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക്, ഗുഡ് ബോയ് എന്നോ മിടുക്കൻ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ബേഡിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എൻകറേജ് ചെയ്യുന്ന പോലെയാവും. അപ്പോൾ ബേഡ് അപ്പോൾ ട്രീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു തുടങ്ങി, അപ്പോൾ നമ്മളോടുള്ള പേടി കുറഞ്ഞു നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തൊരു സ്റ്റെപ്പിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ബേഡ്സിൻ്റെ കേജ് തുറന്നിട്ട് നമുക്കൊരു ഫുഡ് ഓഫർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കൈയോടുള്ള പേടി മാറിയിട്ട് നമ്മളോടുള്ളൊരു പേടി മാറിയിട്ട് ബേഡ് ഫുഡ് എടുത്ത് തുടങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചിക്കു, ഗുഡ് ബോയ്. ഈ ഒരു സമയത്ത് നമുക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ജെൻറ്റിലായിട്ട് ബേഡിൻ്റെ ബീക്കിൽ ചുണ്ടിലൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും. ചിക്കു, ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ ബേഡ് നമ്മുടെ കേജ് തുറന്ന് ഫുഡ് കൊടുത്താലും മേടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ ബേഡിൻ്റെ കേജ് തുറക്കുന്നു,
പക്ഷേ ട്രീറ്റ് ബേഡിന് വളരെ അടുത്ത് കൊടുക്കുന്നില്ല, വളരെ കുറച്ചൊരു ചെറിയ ദൂരത്തിൽ വെക്കുന്നു. പക്ഷേ ബേഡിന് നമുക്ക് ഈ ട്രീറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയോ അതല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഗുഡ് ബോയ്. അപ്പോൾ ബേഡ് ട്രീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കൈയോ അതല്ലെങ്കിൽ നമുക്കത് കൊത്തുന്ന ബേഡാണെങ്കിൽ ഒരു സ്റ്റിക്കാണ് കേട്ടോ പകരം വെച്ച് കൊടുക്കേണ്ടത്. ഈ സ്റ്റിക്കോ ഇഗ്നോർ ചെയ്തിട്ട് അതിലേക്ക് പതുക്കെ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിങ് സമയത്താണ് ബേഡ് നമ്മൾ കൈ കാണിച്ചു നമ്മളുടെ ഫുഡ് എടുക്കാൻ വേണ്ടി കയ്യിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ബേഡിനോട് സ്റ്റെപ്പപ്പ് അല്ലെങ്കിൽ എന്ന് പറയുക. അപ്പോൾ ബേഡിന് പിന്നീട് ഈ വാക്ക് പറയുമ്പോൾ എന്നെ പുറത്തേക്ക് വരാൻ വേണ്ടി വിളിക്കുവാന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ ഒരുവിധം ട്രെയിനിങ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കാണിക്കുന്നു, മുന്നിലൊരു ട്രീറ്റ് വെച്ച് കൊടുത്താൽ ബേഡ് ട്രീറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പൊസിഷനകത്ത് നമുക്ക് ബേഡിനെ നമുക്ക് കേജിൽ നിന്ന് പുറത്തെടുക്കുകയോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്തിലേക്ക് ഇതുപോലൊരു ട്രെയിനിങ് സ്റ്റാൻഡിലേക്കോ എവിടേക്കെങ്കിലും ബേഡിനെ നമുക്ക് സൗകര്യപ്രദമായിട്ട് കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബേഡ് നമ്മൾ എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു മസ്റ്റായിട്ടൊരു ട്രീറ്റ് കൊടുക്കണം. അതുപോലെ ചിക്കു സ്റ്റെപ്പപ്പ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഗുഡ് ബോയ് എന്തെങ്കിലും ഒരു നല്ല വേർഡ് പറഞ്ഞിട്ട് ബേഡിനെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും മറക്കരുത്. ഇടയ്ക്കൊരു കടി കിട്ടലൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഫ്രണ്ട്ലിയാണ്, ഈ ഒരു കടി കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ബേഡ്സിൻ്റെ അടുത്ത് നിന്ന് കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡിനോട് മസ്റ്റായിട്ട് നോ എന്ന് പറയുക, വളരെ ക്ലിയറായിട്ട് നോ എന്ന് പറയുക. കടി നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, വീണ്ടും വീണ്ടും കടിക്കാൻ കൊണ്ട് കൈ വെച്ച് കൊടുക്കരുത്. പിന്നെ ട്രെയിൻഡ് അല്ലാത്തൊരു ബേഡിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു ഫിംഗർ അതിന് വായി കടിച്ച് പിടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ബോഡി പാർട്ട് കൊണ്ടു കൊടുക്കൽ, കുറച്ച് ഒരു തിക്കായ ബോഡി പാർട്ട് ഫോറാം ഇങ്ങനെയുള്ളൊരു ഏരിയ കൊടുക്കാവുള്ളൂ. പിന്നെ കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡിൻ്റെ ഈ ട്രെയിനിങ് പെട്ടെന്ന് നിർത്തരുത്. അപ്പോൾ ബേഡിന് മനസ്സിലാവും ഈ ഒരു കടി കൊണ്ട് ഈ പരിപാടി നിൽക്കുമെന്ന് മനസ്സിലാവും. അപ്പോൾ കടി ഇടയ്ക്കിടയ്ക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഇഷ്ടമില്ലായ്മ ഒരു നോ എന്ന് പറഞ്ഞൊരു താല്പര്യമില്ലായ്മ കാണിക്കുക, അത് ആ കടി കിട്ടാനുണ്ടായ ആ ഒരു സെയിം സീക്വൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തീരെ തന്നെ ശ്രമിക്കരുത്. കാര്യം ആ ബേഡിനെ അത് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എൻകറേജ് ചെയ്യുന്ന പോലെ അങ്ങനെ ആയിപ്പോവും. അതും ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഈ ബേഡ്സിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു മേടിച്ചുകൊണ്ട് വരുന്ന ബേഡ് നാളെ തന്നെ നമ്മളോട് ഇണക്കം കാണിക്കണം. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലല്ല ബേഡിനോട് ഇടപെടേണ്ടത്. നമ്മുടെ അത്രയും ബുദ്ധിയില്ലാത്തൊരു ഒരു ജീവിയാണ്. അപ്പോൾ അതിന് പേടിയുണ്ട്, അതിൻ്റേതായ ഒരു ഇമോഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് ഇന്ന് കൊണ്ടുവന്ന ബേഡ് നാളെ തന്നെ ട്രെയിൻഡ് ആകും അല്ലെങ്കിൽ നമ്മളോട് കൂടെ കളിച്ച് ഒരു പെറ്റ് ബേഡായിട്ട് വരുമെന്നൊന്നും ഒരിക്കലും വാശി പിടിക്കരുത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ അതിന് സമയം വെക്കുക. വളരെ സാവകാശം ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കൽ. അല്ലാണ്ട് നമുക്ക് ഒരു ടോയ് മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ, ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ മുന്നേ നമ്മുടെ പ്രസ്റ്റീജ് കാണിക്കാൻ ഉള്ളൊരു സംഭവമല്ല ബേഡ്. അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. അപ്പോൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മളൊരു ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഏത് ബേഡും നമ്മളോട് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെറ്റ് ബേഡായിട്ട് മാറുന്നതായിരിക്കും. ബേഡിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, ഒരു നല്ല വാക്ക് പറയുക, ട്രീറ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഒരു ബേഡിനെ അല്ലെങ്കിൽ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാർ കാണും. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വികൃതി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ വരുന്നതാണ്. അതായത് വളരെ സ്കെയറി ആയിട്ടുള്ളൊരു ബേഡിനെ, തീരെ തന്നെ ഇണക്കമില്ലാത്തൊരു ബേഡിനെ നമുക്കൊരു ബേസിക്കായിട്ട് സ്റ്റെപ്പപ്പ് എങ്ങനെ പഠിക്കാം, കൂട്ടിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കാം, അത്യാവശ്യം ഒരു കടി കിട്ടാണ്ട് ഒരു സ്റ്റിക്കാലോ കയ്യാലോ കയറ്റിയിട്ട് നമുക്ക് കേജിൽ നിന്ന് പുറത്തെടുക്കുമോ, ഒരു ട്രെയിനിങ് സ്റ്റാൻഡിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും നമസ്കാരം.